ഐ സി ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ട് CPM പ്രതിഷേധം, ശക്തമായ CPM പ്രതിഷേധമാണ് അല്പസമയം മുൻപ് ബത്തേരിയിൽ നടന്നത്. ബത്തേരി MLA ഓഫീസ്, ചുങ്കത്തുള്ള ബത്തേരി MLA ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് CPM ജില്ലാ സെക്രട്ടറി കെ റഫീഖ് ഉദ്ഘാടനം ചെയ്തു. ഐ സി ബാലകൃഷ്ണനെതിരെ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തണമെന്നാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPM ജില്ലാ സെക്രട്ടറി കെ റഫീഖ് പറഞ്ഞത്. മനു സൂചിപ്പിച്ച പോലെ അതേസമയം ഈ അർബൻ ബാങ്കിലെ നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ പുറത്തു വരികയാണ്. നമുക്കൊരു പക്ഷേ അല്പസമയത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ ഒരാൾ കൂടി ഇതുമായി ബന്ധപ്പെട്ടൊരു വെളിപ്പെടുത്തൽ നടത്താനുണ്ട്. അത്തരത്തിൽ പുതിയ വെളിപ്പെടുത്തലുകൾ ഉൾപ്പെടെ പുറത്തു വരികയാണ്. രേഖകളും മനു സൂചിപ്പിച്ചതുപോലെ ഈ കൂടുതൽ രേഖകൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ നൽകിയിരുന്നു. ബത്തേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റായിരുന്ന സക്കറിയ മണ്ണിൽ KPCC പ്രസിഡന്റ് നൽകിയ കത്തിൽ ഇത്തരത്തിലുള്ള പണമിടപാട് സംബന്ധിച്ചുള്ള സൂചനകളുണ്ട്, അത് സംബന്ധിച്ചുള്ള തെളിവുകളുണ്ട്. ഏതായാലും NM വിജയന്റെ ഈ പണമിടപാടിൽ NM വിജയൻ ഇടനിലക്കാരനായിരുന്നു എന്നത് സംബന്ധിച്ച് നൽകുന്ന സൂചനകൾക്കൊപ്പമാണ് ഈ പുതിയ രേഖകൾ കൂടി പുറത്തു വരുന്നത്. ഏതായാലും ആ വിധത്തിൽ പുതിയ തെളിവുകളെല്ലാം പുറത്തു വരുമ്പോൾ കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലാവുകയാണ്. ഇതിൽ പങ്കില്ലെന്നെല്ലാം അവർ പറയുമ്പോഴും പ്രതിരോധിക്കുമ്പോഴും ഇത്തരത്തിലുള്ള തെളിവുകൾ ശക്തമായി വരികയാണ്. ആ വിധത്തിലുള്ള വെളിപ്പെടുത്തലുകൾ കൂടുതൽ വരും ദിവസങ്ങളിലും സമയങ്ങളിലും എല്ലാം ഉണ്ടാകും എന്നതും ഇതിന്റെ എല്ലാം ഒരു പ്രാധാന്യം വർദ്ധിപ്പിക്കുകയുമാണ്. ഏതായാലും ഈ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പോലീസിന്റെ അന്വേഷണം ഊർജിതമായി നടക്കുകയാണ്. അവരുടെ വീട്ടിൽ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം എത്തി, പോലീസ് സംഘം എത്തി. ഇപ്പോൾ NM വിജയന്റെ ഫോൺ ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിക്കുകയും വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ സാമ്പത്തിക പ്രശ്നത്തിലടക്കം അന്വേഷണമുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഐ സി ബാലകൃഷ്ണൻ MLA-ലേക്കും ആ അന്വേഷണം എത്തുകയല്ലേ? അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഐ സി ബാലകൃഷ്ണൻ MLA-ലേക്കും ചോദിച്ചു. കഴിഞ്ഞ ദിവസം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ ബത്തേരി DYSP ഷെരീഫ് നമ്മോട് വ്യക്തമാക്കിയത് ഇത്തരത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഐ സി ബാലകൃഷ്ണനെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും പോലീസിന് കടക്കേണ്ടി വന്നാൽ അത്തരത്തിലുള്ള തെളിവുകൾ ലഭിച്ചാൽ കടക്കും എന്നുള്ളതാണ്. ഏതായാലും ആ വിധത്തിൽ ഉള്ള തെളിവുകളാണ് ഏതായാലും പുറത്തു വരുന്നത്. സാക്ഷി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പേരുടെ മൊഴികളാണ് പുറത്തു വരുന്നത്. പോലീസ് ഇത് സംബന്ധിച്ച പ്രാഥമിക മൊഴിയെടുപ്പ് നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധനകളും പോലീസ് നടത്തുകയാണ്. ശരി, അനൂപാണ് വിവരങ്ങൾ വയനാട്ടിൽ നിന്ന് നൽകിയത്.